പൈസ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ? പൈസ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാം. ഇപ്പൊ നടക്കുന്ന ഇസ്രായേല് ഇറാൻ തമ്മിലുള്ള യുദ്ധം അത് എന്തിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്കമിങ് ഫ്യൂച്ചറിൽ മുന്നോട്ട് നീങ്ങാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. കാരണം പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു പട്ടിക്ക് പോലും നമ്മളെ വില ഉണ്ടാവില്ല. നമ്മളെ കണക്ഷൻ തന്നെ വരുന്നത് പൈസക്കാ. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടോ, ഓൾ വിൽ കം ടു യു, നിന്നിലേക്ക് എല്ലാം വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ ഫ്യൂച്ചറിൽ ഈ ഒരു കാലഘട്ടത്തിൽ കാണിച്ചു തരുന്നത് അല്ലെ ഇതിനായിട്ട്. പൈസ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ? പൈസ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാം. ഇപ്പൊ നടക്കുന്ന ഇസ്രായേല് ഇറാൻ തമ്മിലുള്ള യുദ്ധം അത് എന്തിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്താണ് ആക്ച്വലി? ഫോക്കസ് എന്ന് പറയുന്നത് അത് പല ആളുകൾക്കും പല രീതിയിലാണ് അതിനെ കൊണ്ടുള്ള ഒരു ഉപകാരങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ യൂസ്ഫുൾ പല രീതിയിലാണ്. ഓക്കെ, ഇപ്പൊ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾക്ക് ആ തരത്തിൽ ലാഭം ഉണ്ടാവും. എല്ലാത്തരും ഇപ്പൊ ക്രൂഡ് ഓയിൽ ഇപ്പം ഇത് കാരണം പല സ്ഥലത്തും സ്റ്റോപ്പ് ആവും. അപ്പൊ അമേരിക്കന്റെ കയ്യിലുള്ള സാധനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് യുദ്ധമൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇവർക്ക് എന്തെങ്കിലും സീക്രസി കാര്യങ്ങളുണ്ടോ, ഓരോ കയ്യിലെടുക്കണോ, അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ നമുക്കിപ്പം ഇപ്പൊ തന്നെ ഈ ഒരു യുദ്ധം ഞാനൊക്കെ കൂടുതൽ ഇൻവോൾവ് അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ഉള്ളൊരു റീസൺ എന്താണ്? നമ്മളിപ്പോ GCC കൺട്രീസിലേക്ക് അത് വ്യാപിച്ചു. മറ്റു നമ്മൾ എല്ലാവരും ന്യൂസ് കാണും, പത്രത്തിൽ കാണും, വായിക്കും. ചിലപ്പം ഒരു മരണം കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അതില് അത്രേ ഉള്ളൂ. മറ്റേതിപ്പോ നമുക്കും കൂടി ബാധിച്ച് അല്ലെങ്കിൽ നമ്മളെയും ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് തോന്നാൻ കാരണം GCC കൺട്രീസിൽ അവര് അത് ചെയ്തുകൊണ്ടാണ്. അതിനാണ് GCC കൺട്രീസ് അത് എല്ലാരും അറ്റൻഷനും കിട്ടണം, എല്ലാ രാജ്യങ്ങളിലും എല്ലാ ആളുകളും. കാരണം ഇറ്റ്സ് എ ക്യാപിറ്റലാണ് ദുബായ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഉണ്ടാവും. എല്ലാ ഐക്യരാഷ്ട്ര സഭകളും എല്ലാവരും നോക്കി കാണും. അപ്പൊ അവർ ആവശ്യങ്ങൾ നടക്കും. UN ഒക്കെ ഇതിൽ ഇടപെട്ടില്ലേ? ഇടപെടുന്നത് ഇപ്പൊ പതുക്കെ വരുള്ളൂ. ഒറ്റയടിക്കാൻ വന്നാൽ ഇതിൽ കാര്യം കഴിഞ്ഞില്ലേ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ലാഭങ്ങളും ഉണ്ടായി കഴിഞ്ഞിട്ടില്ലേ വരാൻ പാടുള്ളൂ. ഇനിയിപ്പോ ഇത് നിൽക്കും, ഈ യുദ്ധം സ്റ്റോപ്പ് ആവാനുള്ള എന്തെങ്കിലും? ആ യുദ്ധം നിൽക്കും. എല്ലാ യുദ്ധം ഒരു ആവശ്യത്തിന്, ഒന്നെങ്കിൽ ഭൂമിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ധാതുക്കൾ, മെറ്റൽ അല്ലെങ്കിൽ ഓയിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഇതില്ലാത്ത അതിന് മുകളിലാണ് ഇപ്പൊ എല്ലാ യുദ്ധങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നത് അതിന്റെ പേരിലാണല്ലോ. ഈ യുദ്ധം ആക്ച്വലി ഒരു ഇന്ധനത്തിന്റെ പുറത്തുള്ള യുദ്ധമല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ധനമൊന്നുമല്ല. അപ്പൊ ആ സ്ഥലത്തിന് വേണ്ടി ഇത് ഇന്നിങ്ങനെ പറയാല്ലോ, ഇത് കുറെ കാലങ്ങളായിട്ടുള്ളതിന്റെ ബാക്കപ്പ് വന്നോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതിൽ തിരിപ്പ് കയറ്റി കൊടുക്കാണ് ബാക്കിൽ നിന്ന് കുറെ ആൾക്കാർ. അതുണ്ടാവും. നല്ല ഒരു തമ്മിൽ അടുപ്പിച്ചാലോ എന്തൊക്കെയായിട്ട് വരാൻ പറ്റുള്ളൂ. കലക്കുള്ളത്തില്ല മേടിക്കാൻ പറ്റുക, അതേപോലെയാണ്. ഏതായാലും യുദ്ധം ഒരു സമാധാന സന്ധിയിൽ അവസാനിക്കട്ടെ. നമ്മുടെ പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളുണ്ട്, പല രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട്, ഇന്ത്യയിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. എല്ലാം നല്ലതിന് വേണ്ടിയാവട്ടെ എന്നും പറയുന്നു.